അപ്പോൾ അവർ ഫുൾ ടൈം എന്താ ചെയ്യുക, വീട്ടിലിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ സമയം കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ മിത്രം ഏതാണ്? ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും അല്ലേ? ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ കിടപ്പിലായ രോഗിയെ പരിഹരിച്ചുകൊണ്ട് വീടിന് പുറത്തേക്കൊന്നും പോവാതെ ഒരു എന്താ പറയുക, ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ആകെ ലഭിക്കുന്ന ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെൻഷൻ ലഭിക്കുമ്പോഴാണ് എന്നൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ. നമസ്കാരം, ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. 10th പ്രിലിംസ് അഥവാ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റൻ്റ് അടക്കമുള്ള പരീക്ഷകളുടെ പ്രിലിംസ് ഡിസംബർ 28-ാം തീയതി ആരംഭിക്കാനിരിക്കുകയാണ്. മാത്രമല്ല ഡിസംബർ മാസത്തിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ സാധാരണയായിട്ട് വരാറുണ്ട്. ഒരു വർഷത്തിൽ ഏജ് ഓവർ ആവുന്ന ആളുകൾക്ക് വേണ്ടി ഡിസംബർ ഡേറ്റിൽ വെച്ചിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സാം ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമെന്നറിയില്ല. ഏതായാലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പരീക്ഷകളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ, പോരായ്മകളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വളരെ കൃത്യമായി പഠനം ക്രമീകരിച്ചുകൊണ്ട് അടുത്ത വർഷം തന്നെ ഒരു സർക്കാർ ഓഫീസിൽ എത്തിപ്പെടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആലോചിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാലും ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ടെൻഷൻ അടിച്ച് ഉള്ള എനർജി മൊത്തം നഷ്ടപ്പെടുത്തുന്ന, ആ പോസിറ്റീവ് എനർജി മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇത് ആവശ്യമില്ല. കാരണം നമുക്ക് പറഞ്ഞ PSC, നമുക്കുള്ള PSC നമുക്ക് തന്നെ കിട്ടും. അതിന് സമയമാകുമ്പോൾ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാതെ പോസിറ്റീവായിട്ട് തന്നെ ഒരു പരീക്ഷയിൽ നമുക്ക് വേണ്ട രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിലും നല്ലത് പിറകിൽ വരാനുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി എടുത്തിട്ട് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് PSC എന്ന ആ ഒരു സ്വപ്നം വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കി ഒരു ദിവസം ഇത്ര സമയം പഠിക്കാൻ, ഇന്ന സമയം പഠിക്കാൻ എന്നുള്ള കൃത്യമായ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു വർഷം നിങ്ങൾ ക്രിയേറ്റീവായിട്ട് പഠനം നടത്തിയാൽ ഒരു സംശയമില്ല, നിങ്ങൾ PSCയുടെ ലിസ്റ്റിലുണ്ടാകും. PSC ചോദ്യരീതിയൊക്കെ മാറ്റിയാണ് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട. PSC എല്ലാ പരീക്ഷയ്ക്കും ഒരു സിലബസ് തരാറുണ്ട്. ആ സിലബസ് പ്രകാരം തന്നെയാണ് ഒരു 90% ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. 10% ഒക്കെ അതിൻ്റെ പുറത്തേക്ക് പോയാൽ പോലും ഒരു 60 to 70 മാർക്കാണ് കട്ട് ഓഫ് വരിക. അപ്പോൾ ഒരു 10 മാർക്ക് സിലബസിൻ്റെ പുറത്താണെങ്കിലും സിലബസ് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടാനൊരു പ്രയാസവുമില്ല. പലരും നിങ്ങളെ തളർത്തുന്ന രീതിയിൽ ആ രീതിയിലുള്ളതൊക്കെ പറയും. നിങ്ങളത് കാര്യമാക്കേണ്ട. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ, അതേപോലെ 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ആളുകൾ ഇനി ഒരു സമയം പോലും, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ പഠനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ടാൻഡം PSC നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ഇന്ന് എല്ലാ പരീക്ഷകൾക്കും, ഏത് തരത്തിലുള്ള പരീക്ഷയാണെങ്കിലും, 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളിലും ഒരു ക്വസ്റ്റ്യനെങ്കിലുമുള്ള ഒരു ഭാഗമാണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ. ഇപ്പോൾ കഴിഞ്ഞ LSTS മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കാണാം. അതിനു മുമ്പ് നടന്ന LDC എക്സാമിലും ഒക്കെ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഏത് പരീക്ഷയ്ക്കും ചോദ്യം വരുന്ന ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയാവുന്ന ഒരു ടോപ്പിക്കാണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ. പക്ഷേ ഈ പദ്ധതികളുടെ പ്രശ്നം എന്താ വെച്ചാൽ പല ആളുകൾക്കും ഇത് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഒരേപോലത്തെ പേരുള്ള ഒരുപാട് പദ്ധതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി അത് തിരിഞ്ഞു പോകാതിരിക്കാനുള്ള നല്ല കോഡുകൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഭാഗത്തുനിന്നുള്ള ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള കുറച്ച് പൊടിക്കൈകൾ, കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടാൻഡം PSC എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ PDF നോട്ട്സൊക്കെ നമ്മൾ ടെലഗ്രാം ചാനൽ വഴിയാണ് നൽകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇടയിൽ നിങ്ങൾ ആരും നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കും. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം.
നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനുകളും പ്രതീക്ഷിത ക്വസ്റ്റ്യനുകളും അല്ലെങ്കിൽ മുൻകാലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹസാന്ത്വനം, ഓപ്ഷൻ ബി ആശ്വാസകിരണം, ഓപ്ഷൻ സി സ്നേഹസ്പർശം, ഓപ്ഷൻ ഡി സ്നേഹക്കൂട്. ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് LD തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി? സ്നേഹസാന്ത്വനമാണോ, ആശ്വാസകിരണമാണോ, സ്നേഹസ്പർശമാണോ, സ്നേഹക്കൂടാണോ? ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സ്നേഹസാന്ത്വനമാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള. അപ്പോൾ നമുക്ക് ഓപ്ഷനിലുള്ള മറ്റു പദ്ധതികളെ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒന്ന് ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം? ആശ്വാസകിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രതിമാസ സഹായ പദ്ധതിയാണ്. പ്രതിമാസം ഒരു 600 രൂപ ഈ കിടപ്പിലായ രോഗികൾ, പിന്നെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഗുരുതര രോഗമുള്ളവർ, പിന്നെ അവർക്ക് ഒരു മുഴുവൻ സമയവും ഒരു പരിചാരകന്റെ സേവനം ആവശ്യമുള്ള തരത്തിൽ കിടപ്പിലായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഈ 600 രൂപയാണ് പ്രതിമാസത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ എന്താണ് പദ്ധതി? കിടപ്പിലായ രോഗികളെ, മുഴുവൻ സമയം ഒരു പരിചാരകന്റെ സഹായം ആവശ്യമുള്ള കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സഹായ പദ്ധതി, ഒരു പ്രതിമാസ പെൻഷൻ പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ഇത് നമുക്കങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കിടപ്പിലായ ഒരു രോഗിയെ പരിചരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 2-4 ചുമരുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയാതെ ഏത് സമയവും ഒരു എന്താ പറയുക ആ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് മാസം ഒരു 600 രൂപ കിട്ടുമ്പോഴായിരിക്കും ആകെ ഒരു ആശ്വാസം ഉണ്ടാവുക അല്ലേ? ആ രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ ആശ്വാസകിരണം ആർക്കാണ്? ഈ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇവർ ഏത് സമയം ഇവരുടെ എന്താ പറയുക, നമുക്ക് എക്സാം ഹാളിൽ വന്നിട്ട് ഒരേപോലത്തെ ഒരുപാട് ഓപ്ഷനുകൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവാതെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്നേഹസ്പർശം എന്നൊരു പദ്ധതി നമ്മൾ ഓപ്ഷനിൽ കണ്ടിരുന്നു. എന്താണ് സ്നേഹസ്പർശം? അപ്പോൾ എന്താണ് സ്നേഹസ്പർശം പദ്ധതി? ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായ അവസ്ഥയിൽ തന്നെ അമ്മമാരാകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാകുന്ന ഒരു പദ്ധതിയാണ് ഏത്? സ്നേഹസ്പർശം പദ്ധതി. എന്താണ് സ്നേഹസ്പർശം പദ്ധതി? ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായ അവസ്ഥയിൽ അമ്മമാരാകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സഹായ പദ്ധതിയാണ് ഏത്? സ്നേഹസ്പർശം പദ്ധതി. സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയാണ് സ്നേഹസ്പർശം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ച് അതുകൂടി നമ്മൾ പഠിച്ചു വെക്കണം. കാരണം സാമൂഹ്യ നീതി ഏത് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഈ ഇത് നടപ്പിലാക്കുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്, അല്ലെങ്കിൽ പിന്നെ ആരോഗ്യ മന്ത്രാലയമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനിൽ തെറ്റിച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. സാമൂഹ്യ നീതി വകുപ്പാണ് എന്ത് കൊടുക്കുന്നത്? ഈ സ്നേഹസ്പർശം പദ്ധതി കൊടുക്കുന്നത്. നമുക്കറിയാം ഈ ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാരല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ നീതി വകുപ്പിനാണ് അവരെ കുറിച്ച് കൂടുതൽ ബാധ്യതകൾ, അവർക്ക് നീതി ലഭിക്കേണ്ടത് ആവശ്യമുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു പദ്ധതി പഠിച്ചു വെക്കാൻ. സ്നേഹസ്പർശമാണ് ആർക്ക് വേണ്ടിയാണ്? ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയാണ്. അപ്പം നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ ഇത് ഒരു കോഡ് മാത്രമായിട്ട് എടുത്താൽ മതി. ഞാൻ പറയുന്നത് മറ്റൊന്നും ആളുകളെ മോശമാക്കാനൊന്നും അല്ല, കോഡാണ്. അപ്പോൾ എന്താണ്, ആർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ഒന്ന് ആലോചിച്ച് നോക്കുക. സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹം നടിച്ചുകൊണ്ട് ആരോ സ്പർശിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്ന് നമുക്കൊന്ന് കോഡ് വെച്ച് പഠിച്ചു വെച്ചുകൂടത്. സ്നേഹം നടിച്ച് ആരോ സ്പർശിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പറ്റിച്ചു പോയവർക്കുള്ളൊരു പദ്ധതിയാണെന്നുള്ള നിലക്ക് സ്നേഹസ്പർശത്തെ നമുക്ക് കണക്ട് ചെയ്തുകൂടെ? അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മറക്കൂലല്ലോ. ഇതൊരു കോഡ് മാത്രമാണ്, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു അർത്ഥത്തിൽ മാത്രം എടുക്കുക. അപ്പോൾ സ്നേഹസ്പർശം പദ്ധതി ആർക്കാ വേണ്ടിയാണ്? സ്നേഹത്തോടു കൂടി ആരോ സ്പർശിച്ചു പോയ ആളുകൾക്ക് വേണ്ടിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ സ്നേഹസ്പർശം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാരാണ് സ്നേഹസ്പർശം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്.
ഇനി അടുത്ത പദ്ധതിയിലേക്ക് വന്നാൽ സ്നേഹക്കൂട് പദ്ധതി. ഏതാണ് സ്നേഹക്കൂട് പദ്ധതി? ഇത് എന്താ വെച്ചാൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ച ആളുകൾക്കുള്ള, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ച ആളുകളെ, ചിലപ്പോൾ കുടുംബം ഏറ്റെടുക്കാനില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും, അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. എന്തിനാണ് സ്നേഹക്കൂട് പദ്ധതി? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. 2018 മാർച്ചിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. 2018 മാർച്ചിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഈ കൂട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതൊരു ഭവന ഒരു ഇതാണല്ലോ, ഒരു വീട് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ കൂട്. അപ്പോൾ സ്നേഹക്കൂട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു മാനസിക രോഗിയായ ആളുകളെ പലപ്പോഴും എന്ത് ചെയ്യും, കുടുംബം പോലും ഉപേക്ഷിച്ചിട്ട് ഇത്തരം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പിന്നെ അവർ ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ അവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ചുമതലയല്ലേ. ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അതായത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരും ഏറ്റെടുക്കാനില്ലാത്ത ആളുകളുടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി എന്ന് ഓർത്ത് വെച്ചാൽ പിന്നെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല. ഓക്കെ. എന്നാൽ അതേപോലെ സമാനമായ മറ്റൊരു പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. സ്നേഹക്കൂടിന് സമാനമായ മറ്റൊരു പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. എൻ്റെ കൂട് പദ്ധതി എന്ന് പറഞ്ഞാൽ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കാൻ ഒരു രാത്രികാല അഭയ കേന്ദ്രം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കൂട് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്നേഹക്കൂടും എൻ്റെ കൂടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒരു പുനരധിവാസ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു താമസ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ശരിക്ക്. സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ എൻ്റെ കൂട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം. കാരണം എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ സ്നേഹക്കൂടായിരുന്നോ എൻ്റെ കൂടായിരുന്നോ എന്നൊക്കെ സംശയം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹം വേണ്ടത് കുറച്ചുകൂടി ഇവർക്കാണ് എന്നുള്ളത്, അതായത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് ചെയ്ത പിന്നെ സുഖമായ ആളുകൾ, അവരെ കുടുംബം ഏറ്റെടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ അവരോടാണ് കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞു. ആശ്വാസകിരണം പറഞ്ഞു, സ്നേഹസ്പർശം കഴിഞ്ഞു, സ്നേഹക്കൂട് പറഞ്ഞു, എൻ്റെ കൂട് പറഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ LSTS എക്സാമിൻ്റെ ബാച്ച് ഇപ്പോൾ അവസാനിച്ചു. ഒരുപാട് പേർക്ക് കട്ട് ഓഫ് കടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലാസ് ആയിരുന്നു നമ്മൾ ടാന PSC കൊടുത്തിരുന്നത്. നമുക്ക് മാത്രമേ ആ ഒരു പരീക്ഷയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത ആളുകൾക്ക് അറിയാം. അപ്പം നമ്മളതിൻ്റെ ഇപ്പോൾ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഒരുപാട് പേരെ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഡിസംബർ 1-ാം തീയതിയാണ് ബാച്ച് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ചെറിയൊരു ഫീസ് എന്നുള്ള നിലക്കല്ല, ഒരു 10 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണിത്. അപ്പോൾ 10 മാസം ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് വളരെ ചെറിയ ഒരു എമൗണ്ട്, ഒരു 999 രൂപയാണ് നമ്മൾ ഫീസായിട്ട് ഇതിന് ഈടാക്കുന്നത്. ഒരു ഫീസായിട്ടല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ 10 മാസത്തെ കോഴ്സ് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ചെലവ് എന്നുള്ള നിലയ്ക്ക്. നിങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികളാണ്, സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ഇതുള്ള ആളുകളൊന്നും ആവില്ല. ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി വലിയ വലിയ ഫീസുകൾ കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. വെറും 999 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ഡിസംബർ 1-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. PDF നോട്ട്സ് ഉണ്ടാകും, ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ടാകും, ഡെയിലി പോൾ എക്സാംസ് ഉണ്ടാകും, മന്ത്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 999 രൂപക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എഴുതുന്ന ആളുകളാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, വയോജനങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക് സേവനം, കൗൺസിലിംഗ് തുടങ്ങിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? വയോജനങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക് സേവനം, കൗൺസിലിംഗ് തുടങ്ങിയവ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ വയോ അമൃതം, ഓപ്ഷൻ ബി വയോമിത്രം, ഓപ്ഷൻ സി വയോമധുരം, ഓപ്ഷൻ ഡി വയോരക്ഷ. ഇത് കഴിഞ്ഞ LDC മലപ്പുറം, പാലക്കാട് ജില്ലകൾക്ക്, മലപ്പുറം, ഇടുക്കി ജില്ലകൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷയ്ക്ക് ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഓപ്ഷനിൽ ഇത്ര കൺഫ്യൂസ്ഡ് ആക്കിയിട്ടില്ല.
ഓപ്ഷൻ സിമ്പിളായിരുന്നു. വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ഓപ്ഷനുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരേപോലെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഓപ്ഷനുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ആ രീതിയിൽ അത് മാറിപ്പോവാത്ത രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ എന്താണ് വയോജനങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക് സേവനം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എന്നാണ് ചോദ്യം. വയോമിത്രമാണോ, വയോ അമൃതമാണോ, വയോ മധുരമാണോ, വയോ രക്ഷയാണോ? ഏതാണോ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വയോമിത്രം പദ്ധതിയാണ് നഗരപ്രദേശങ്ങളിൽ വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. നമ്മൾ വയോമിത്രം പദ്ധതിയുടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് തന്നെ നോക്കാം. പദ്ധതിയിലൂടെ വയോജനങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്ക് സേവനം, കൗൺസിലിംഗ്, വൈദ്യസഹായം, സൗജന്യമായ മരുന്നുകൾ എന്നിവ ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? മൊബൈൽ ക്ലിനിക്ക് സേവനമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അതേപോലെ വൈദ്യസഹായം, സൗജന്യമായ മരുന്നുകളൊക്കെ ലഭിക്കുന്നുണ്ട്. കൂടാതെ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തി പാലിയേറ്റീവ് ഹോം കെയർ നൽകി വരുന്നു. പിന്നെ വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് വയോമിത്രം ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. വയോമിത്രം ഹെൽപ്പ് ഡെസ്കുകളുമുണ്ട് വയോജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവരുടെ സേവനങ്ങൾ പദ്ധതിയിലൂടെ ലഭിക്കും. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരാണ് വയോമിത്രം പദ്ധതി പ്രകാരം സൗജന്യ സേവനങ്ങൾക്ക് അർഹമായിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 65 വയസ്സിന് മുകളിലുള്ളവരാണ്. ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും 60 വയസ്സിന് മുകളിലുള്ളവരാണ്, 70 വയസ്സിന് മുകളിലുള്ളവരാണ്, 65 വയസ്സിന് മുകളിലുള്ളവരാണ് എന്ന രീതിയിലൊക്കെ ഓപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ അതും കൃത്യമായി പഠിച്ചു വെക്കണം. 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്ക് സേവനമാണ് കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പാലിയേറ്റീവ് ഹോം കെയറും ഒക്കെ നൽകി വരുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും ഓർത്തു. അപ്പോൾ ഇത് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്നും ഇതേപോലെ വയോമിത്രം, വയോ അമൃതം, വയോ മധുരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേപോലത്തെ ഓപ്ഷൻ വരുമ്പം എങ്ങനെ ഈ വയോമിത്രം തിരഞ്ഞെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഈ വയോജനങ്ങളായ ആളുകൾ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ അവർക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്നും പിന്നെ സംസാരിക്കാനുള്ള അവരുമായിട്ട് കൂടിയിരിക്കാനെന്നുള്ള സാഹചര്യമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ ഫുൾ ടൈം എന്താ ചെയ്യുക, വീട്ടിലിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ സമയം കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ മിത്രം ഏതാണ്? ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും അല്ലേ? ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ കൃത്യമായിട്ട് കിട്ടും. കാരണം മൊബൈൽ ക്ലിനിക്ക് ഇത് കണ്ട അപ്പം വയോമിത്രം എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് വയോജനങ്ങളുടെ മിത്രം മൊബൈലാണ് എന്ന് നിങ്ങളൊന്ന് ആ ഒരു കോഡ് മനസ്സിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷാ ഹാളിൽ പോയിട്ട് മൊബൈൽ ക്ലിനിക്ക് എന്ന് കണ്ട അപ്പോൾ നിങ്ങൾക്ക് എഴുതാം അത് വയോമിത്രമാണ് എന്നുള്ളത്. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ടോപ്പിക്കാണിത്. ഓരോ പദ്ധതികൾക്കും നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. മിക്കവാറും 90% പദ്ധതികൾക്കും ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള കോഡുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ നഗരപ്രദേശങ്ങളിലാണ് എങ്കിലും ഇപ്പോൾ ഇത് ഗ്രാമപ്രദേശങ്ങൾക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ PSC എന്നാണ് അത് ചോദിക്കാതെ പറയാൻ പറ്റില്ല. ആ ഒരു ഫാക്റ്റ് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. നഗരപ്രദേശങ്ങളിലാണ് ഇത് ആരംഭിച്ചത്, മൊബൈൽ ക്ലിനിക്കുകൾ ആരംഭിച്ചത് വയോമിത്രം എന്ന പദ്ധതിയിലൂടെ. പക്ഷേ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ ഗുണഫലം നൽകി വരുന്നുണ്ട്. ആ ഒരു ഫാക്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു പദ്ധതിയാണല്ലോ വയോ അമൃതം പദ്ധതി. എന്താണ് വയോ അമൃതം പദ്ധതി? അത് സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. എന്താണ് വയോ അമൃതം പദ്ധതി? സർക്കാർ നടത്തുന്ന എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. പ്രമേഹം, ആസ്തമ, ത്വക്ക് രോഗങ്ങൾ, സന്ധിവാതം, കണ്ണ്, ചെവി രോഗങ്ങൾ എന്നിവക്ക് ചികിത്സ നൽകി വരുന്നത്. അപ്പോൾ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ചികിത്സ നൽകുന്നത്? പ്രമേഹമുണ്ട്, ആസ്തമ ഉണ്ട്, ത്വക്ക് രോഗങ്ങളുണ്ട്, സന്ധിവാതമുണ്ട്, കണ്ണ്, ചെവി രോഗങ്ങൾ ഇവക്കൊക്കെ ചികിത്സ നൽകുന്നുണ്ട്. ഇത് ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ സാമൂഹ്യ നീതി വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്. സാമൂഹ്യ നീതി വകുപ്പ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ വയോ അമൃതം പദ്ധതി ആർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്? സർക്കാരിൻ്റെ വൃദ്ധസദനങ്ങളിലുള്ള
അന്തേവാസികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. നമുക്കറിയാം, ഒരു വൃദ്ധസദനങ്ങളിലൊക്കെ കഴിയുന്ന ആളുകൾ കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കൊടുത്താലും, ഈവൻ ഒരു മരുന്ന് കൊടുത്താൽ പോലും അവർക്കത് അമൃതമായിരിക്കും അല്ലേ. ആ രീതിയിലൊന്ന് ആലോചിച്ച് വെച്ചൂടെ. വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന ആളുകൾ കുടുംബമൊക്കെ ഉപേക്ഷിച്ച ആളുകളാണല്ലോ ഈ വൃദ്ധസദനങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഭക്ഷണം കൊണ്ടു കൊടുക്കാനോ, നല്ല മിഠായി കൊണ്ടു കൊടുക്കാനോ, അല്ല മധുര പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കാനോ മക്കളൊന്നും ഇല്ലാത്ത ആളുകളല്ലേ. അപ്പോൾ അവർക്ക് ആരെന്ത് കൊടുത്താലും അതൊരു അമൃതമായിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചാൽ ഈ വയോ അമൃതം പദ്ധതി വൃദ്ധസദനങ്ങളിലുള്ള, സർക്കാർ വൃദ്ധസദനങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പദ്ധതിയാണ് വയോമധുരം പദ്ധതി. എന്താണ് വയോമധുരം പദ്ധതി? ആ പേര് പോലെ തന്നെയാണ്, മധുരം, ഒരു ഷുഗർ അല്ല, മധുരത്തിന് ഇംഗ്ലീഷിൽ ഷുഗർ എന്നല്ല പറയാം. ഷുഗർ പേഷ്യൻസിനുള്ള, വയോജനങ്ങളായ ഷുഗർ പേഷ്യൻസിനുള്ള ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അതായത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഗ്ലൂക്കോമീറ്റർ എന്തിനു വേണ്ടിയാണ്? ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പം അതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അത് പിന്നെ ഓർത്ത് വെക്കാൻ പ്രത്യേകിച്ച് വേറെ കോഡിനൊന്നും ആവശ്യമില്ല. ആ പദ്ധതി തന്നെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. വയോമധുരം, ഷുഗർ ഉള്ള ആളുകൾക്ക് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയാണ്. ഗ്ലൂക്കോമീറ്റർ കൊടുക്കുകയാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അതല്ലാതെ ഇത് അവരെ മറ്റെന്തെങ്കിലും ചികിത്സാ പദ്ധതിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ഓർക്കണം. ഈ ഒരു പദ്ധതി പ്രകാരം എന്താ ചെയ്യുന്നത് വെച്ചാൽ വയോജനങ്ങളായ ആളുകൾക്ക് എന്ത് ചെയ്യാണ്? ഗ്ലൂക്കോമീറ്റർ നൽകുകയാണ്. അതും എത്ര വയസ്സിന് മുകളിലാണ്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇത് ആനുകൂല്യം ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വയോ മിത്രം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു? 65 വയസ്സിന് മുകളിലുള്ളവരാണ് വയോ മിത്രം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇത് വയോ മധുരം, കാരണം മൊബൈൽ ക്ലിനിക്കല്ല. അപ്പോൾ 5 വയസ്സുകൂടി കൂടുന്ന ഓർത്തിച്ചാൽ മതി. കാരണം മൊബൈൽ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർ അങ്ങോട്ട് പോയി ചികിത്സിക്കാനാണല്ലോ. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ക്ലിനിക്കാണല്ലോ മൊബൈൽ ക്ലിനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി 5 വയസ്സും കൂടി കൂടുന്നു ഓർത്ത് വെച്ചാൽ മതി. വയോ മധുരം, ഷുഗർ പേഷ്യൻസ് പിന്നെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങുന്ന അസുഖമാണല്ലോ ഈ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ വയോ മധുരം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. വയോമിത്രമാണെങ്കിൽ 65 വയസ്സാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വയോമധുരം പദ്ധതി ആർക്ക് വേണ്ടിയാണ്? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുക. ICDS പ്രോജക്റ്റ് ഓഫീസുകളിലാണ് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. ICDS പ്രോജക്റ്റ് ഓഫീസുകളിൽ, ഈ ICDS പ്രോജക്റ്റ് ഓഫീസുകൾ മിക്കവാറും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതിനൊരു ഓഫീസായിട്ട് ഒരു ബ്ലോക്കിൽ ഒരു ഓഫീസേ ഉണ്ടാകുള്ളൂ. പക്ഷെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു ICDS സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാകും. ഈ ഒരു ബ്ലോക്ക് ICDS ഓഫീസിൽ നിന്നും ഓഫീസാണ് അവരുടെ ഓഫീസ് എങ്കിലും കൂടി അവർ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും. അപ്പം പ്രൊജക്ടിൻ്റെ ഇതിൽ പറയുന്നത് അപേക്ഷ കൊടുക്കേണ്ടത് ബ്ലോക്ക് തലത്തിലുള്ള ICDS പ്രോജക്റ്റ് ഓഫീസുകളിലാണ് എന്നാണ്. അപ്പോൾ ആ രീതി തന്നെ പഠിച്ചു വെച്ചാൽ മതി. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിലും അപേക്ഷ നൽകാം. അപ്പോൾ 2 സ്ഥലങ്ങളിൽ അപേക്ഷ നൽകാം. ഒന്നെങ്കിൽ ബ്ലോക്ക് തലത്തിലുള്ള ICDS പ്രോജക്റ്റ് ഓഫീസിൽ, അല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിലും അപേക്ഷ നൽകാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവി ശക്തിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A താലോലം പദ്ധതിയുണ്ട്. ഓപ്ഷൻ B ശ്രുതി തരംഗം പദ്ധതിയുണ്ട്. ഓപ്ഷൻ C മിഠായി പദ്ധതിയുണ്ട്. ഓപ്ഷൻ D ധ്വനി പദ്ധതിയുണ്ട്. ഇതിലേതാണ് ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവി ശക്തിയും പിന്നെ തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് ആണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. ശ്രുതി തരംഗം പദ്ധതിയാണ്. ആ പേര് കേട്ടാൽ തന്നെ അറിയാലേ, ഒരു ശ്രുതി തരംഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ശ്രുതി തരംഗം പദ്ധതിയാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി നൽകുന്ന പദ്ധതി. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി ലഭിക്കുന്നുവെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന 5 വയസ്സ് വരെ പ്രായമുള്ള, പ്രായം ശരിക്കും ശ്രദ്ധിക്കണം, ശ്രുതി തരംഗം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? 5 വയസ്സ് വരെ പ്രായമുള്ള ചെറിയ കുട്ടികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മതി. ഈ കുട്ടിക്ക് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ കേൾവിശക്തി തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന 5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ സർജറിയിലൂടെ കേൾവിശക്തി തിരിച്ചു നൽകും. അതേപോലെ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണിത്.
അപ്പോൾ നമുക്കറിയാം കേൾവി ശക്തി ഇല്ലാത്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് കേൾവി ശക്തി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, സംസാരിക്കാനും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കേൾക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുന്ന കാര്യം പറയാനും പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെയും ഒരു വൈകല്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുകൂടി കൊടുക്കണം, ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്നതോട് കൂടി തന്നെ ഓഡിയോ ഹാബിലിറ്റേഷൻ കൂടി വെർബൽ ഹാബിലിറ്റേഷൻ കൂടി കൊടുത്താലേ അവർക്ക് സംസാരശേഷി കൂടി വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. 5.5 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഈ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. 5.5 ലക്ഷം രൂപ വരെ ഈ ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടി വരുന്ന ചെലവ് ആരേറ്റെടുക്കും? സർക്കാർ ഏറ്റെടുക്കും. അങ്ങനെ ഇതിന് ഗുണഭോക്താക്കൾക്ക് ഉള്ള കണ്ടീഷൻ എന്താണ്? പ്രതിവർഷം 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പ്രതിവർഷ വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാത്ത കുടുംബങ്ങൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞതിൽ ഓർത്തു വെക്കാനുള്ളത്. ഒന്ന്, 5 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന്റെ ഗുണഫലം കിട്ടുക. 2 ലക്ഷം രൂപ വാർഷിക വരുമാനമാണ് പരിധി, അതിന് താഴെയുള്ളവർക്കാണ് കിട്ടുക. പിന്നെ 5.5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായമായിട്ട് കിട്ടും. ആ 3 പോയിന്റുകളും നിങ്ങൾ ഓർത്ത് വെക്കണം. പദ്ധതി നടപ്പാക്കുന്നതിന് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ സൗകര്യപ്രദമായ ആശുപത്രി ഗുണഭോക്താവിന് തിരഞ്ഞെടുക്കും. അതായത് ഈ പദ്ധതി ഇന്ന ആശുപത്രികളിലൊക്കെയാണ് ലഭിക്കുക എന്ന് സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ആശുപത്രികളിൽ ഏത് ആശുപത്രികളിലും നമ്മുടെ സൗകര്യപ്രകാരം നമുക്ക് പോയിട്ട് ചികിത്സ നേടാവുന്നതാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രി സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട്, ഈ ഒരു പദ്ധതിയുമായിട്ട് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികൾ ഏതാണോ ആ ആശുപത്രികളിൽ അവർക്ക് സൗകര്യപ്രദമായ ആശുപത്രി ഏതാണെന്ന് വെച്ചാൽ ആ ആശുപത്രിയിൽ പോയിട്ട് അവർക്ക് ചികിത്സ നേടാം. അങ്ങനെ ചികിത്സ നേടുമ്പോൾ 5.5 ലക്ഷം രൂപ വരെ വരുന്ന ചികിത്സാ ചെലവ് സർക്കാർ സൗജന്യമായിട്ട് നൽകും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പദ്ധതിയാണ്, കുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി. പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ, താലോലം എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ കിഡ്നി രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സെറിബ്രൽ പൾസി, അസ്ഥിരോഗം, ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഓർത്തോപീഡിക്സ് വൈകല്യങ്ങൾ, മറ്റു നാഡീരോഗങ്ങൾ എന്നിവയിൽ ബുദ്ധിമുട്ടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം പദ്ധതി. ഈ ഇത് പഠിക്കുമ്പോൾ 10th പ്രിലിംസിനൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഈ രോഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അത്ര ആഴത്തിൽ ചോദിക്കാൻ 10th പ്രിലിംസിന് സാധ്യത കുറവാണ്. ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക? കിഡ്നി രോഗങ്ങൾ, ഈ രോഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഈ രോഗത്തിന് വേണ്ടിയുള്ള പദ്ധതി ഏത് എന്നായിരിക്കും ചോദിക്കുക. കാരണം ഓരോ രോഗങ്ങൾ ഏതൊക്കെയാന്നുള്ളതൊന്നും ഇപ്പോൾ 10th ലെവലിന് ചോദിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വരുമ്പോൾ ഇത് താലോലാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ജസ്റ്റ് 1-2 തവണ ഈ പദ്ധതികളൊക്കെ ഒന്ന് വായിച്ചു വെക്കണം. ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ആളുകളാവുമ്പോൾ ഈ ഇതൊന്ന് ശരിക്കും പഠിക്കുക തന്നെ വേണം. കാരണം എത്ര ആഴത്തിലും ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ചോദിക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റ് പോലെയുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടി ഈ രോഗങ്ങളെ കൂടി ഒന്ന് പഠിച്ചു വെക്കൽ അനിവാര്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താലോലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ ശ്രുതി തരംഗത്തിൻ്റെ കാര്യത്തിൽ 5 വയസ്സ് വരെയാണ്, അത് ഓർത്ത് വെക്കണം. ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ കാരണം കേൾവി ശക്തിയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ട അസുഖമാണല്ലോ, സംസാര വൈകല്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ട സംഗതിയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് 5 വയസ്സ് വരെ എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ അസുഖങ്ങളൊക്കെ ഏത് പ്രായത്തിലും വരാമല്ലോ അല്ലേ. അപ്പോൾ ഇത് 18 വയസ്സ് വരെയുണ്ട് ഇതിൻ്റെ താലോലം പദ്ധതിയുടെ പ്രായപരിധി എന്നുള്ളത് ഓർത്ത് വെക്കുക. 2010 ജനുവരി 1 കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ പദ്ധതി ആരംഭിച്ചു. പദ്ധതി ആരംഭിക്കുന്നത് 2010 ജനുവരി 1 കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പാണ് പദ്ധതി ആരംഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അത് പഠിച്ചു വെക്കുക. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. അടുത്ത പദ്ധതി നോക്കാം, മിഠായി പദ്ധതി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയോജനങ്ങളുടെ കാര്യത്തിൽ വയോമധുരം പദ്ധതി പറഞ്ഞതുപോലെ തന്നെ സമാനമായൊരു പദ്ധതിയാണ് മിഠായി പദ്ധതി. നമുക്കറിയാം കുട്ടികൾക്ക് മധുരം കൊടുക്കും, നമ്മൾ മിഠായി ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ കുട്ടികളാണ് മിഠായിയാണ് മധുരമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ടൈപ്പ് 1 പ്രമേഹം, അതായത് നമുക്ക് പറയാം പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രമേഹമാണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രമേഹത്തെയാണ് നമ്മൾ ടൈപ്പ് 1 എന്നുള്ള കാറ്റഗറിയിൽ വരിക. അപ്പോൾ ഈ ടൈപ്പ് 1 പ്രമേഹ രോഗം ബാധിച്ചവർക്ക് ഇൻസുലിൻ പെൻ, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ആവശ്യമായ ആരോഗ്യ ചികിത്സാ
ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും നൽകുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് മിഠായി പദ്ധതി. അപ്പോൾ മിഠായി പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രമേഹ രോഗവുമായിട്ട് ബന്ധപ്പെട്ട, ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട, കുട്ടികൾക്കുണ്ടാകുന്ന ടൈപ്പ് 1 ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. ആ പേര് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതും ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല. ഇനി മറ്റൊരു പദ്ധതിയാണ് ധ്വനി പദ്ധതി. എന്താണ് ധ്വനി പദ്ധതി? ശ്രുതിതരംഗം പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് സ്വന്തം ചെലവിൽ, നമ്മൾ പറഞ്ഞു ശ്രുതിതരംഗം പദ്ധതിയിലൂടെ 5.5 ലക്ഷം രൂപ വരെ കോക്ലിയർ ഇംപ്ലാന്റേഷന് സർക്കാർ സഹായം നൽകുന്നുണ്ട്. ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് സ്പീച്ച് പ്രൊസസ്സർ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്ന ഒരു പദ്ധതിയാണ് ധ്വനി പദ്ധതി. അപ്പോൾ ധ്വനി പദ്ധതി പ്രകാരം എന്തല്ല, കോക്ലിയർ ഇംപ്ലാന്റേഷൻ അല്ല നൽകുന്നത്, അത് കഴിഞ്ഞ ആളുകൾക്ക് സ്വന്തം നിലക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്ത ആളുകൾക്ക്, കുട്ടികൾക്ക് സ്പീച്ച് പ്രൊസസ്സർ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീയൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീയൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. ഇതിപ്പോൾ ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് LSTS പരീക്ഷയ്ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആർദ്രം പദ്ധതിയാണ്, ഓപ്ഷൻ ബി ആരോഗ്യ കിരണം പദ്ധതിയാണ്, ഓപ്ഷൻ സി ഹൃദ്യം പദ്ധതി, ഓപ്ഷൻ ഡി ശലഭം പദ്ധതി. ഇതിലേതാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതി എന്നാണ് ചോദ്യം. ഏതാണ്? ആർദ്രമാണോ, ആരോഗ്യ കിരണമാണോ, ഹൃദ്യമാണോ, ശലഭമാണോ? ഏതാണ്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആരോഗ്യ കിരണം പദ്ധതിയാണ് 18 വയസ്സിന് താഴെയുള്ള പദ്ധതികളുടെ കുട്ടികൾക്കുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി. അപ്പോൾ ഈ കിരൺ എന്ന പേരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കിരൺ എന്ന പേരൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. വലിയ മുതിർന്ന ആളുകൾക്കൊന്നും അങ്ങനെ പേര് നമ്മൾ സാധാരണ കേൾക്കാറില്ല. കുട്ടികൾക്കാണ് കിരൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടികൾക്ക്, ഒരു 18 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് അങ്ങനെ പേര് സാധാരണഗതിയിൽ കേൾക്കാറുള്ളൂ. ആ രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആരോഗ്യ കിരണം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി എന്നുള്ളത് ഓർത്ത് വെക്കുക. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന 30 രോഗങ്ങളുണ്ട്. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന 30 രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് പുറമെയുള്ള എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യകിരണം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കും. അപ്പോൾ ഈ 30 പദ്ധതികൾക്ക് ഏതിലൂടെ സഹായം ലഭിക്കും? രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. അത് ലഭിക്കാത്ത മറ്റുള്ള അസുഖങ്ങൾക്കാണ് ഏത് കൊടുക്കുന്നത്? ആരോഗ്യ കിരണം പദ്ധതി എന്ത് കൊടുക്കുന്നത്? സഹായം കൊടുക്കുന്നത്. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. അതായത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ 30ഓളം വരുന്ന രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ ആരോഗ്യ കിരണം പദ്ധതി വഴി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആരോഗ്യ കിരണം പദ്ധതി വഴി സഹായം കൊടുക്കും. APL BPL വ്യത്യാസമില്ലാതെയാണ് പരിഗണന. അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുക. APL വിഭാഗത്തിന് മാത്രമാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. തെറ്റായ സ്റ്റേറ്റ്മെന്റ് അവർ ശ്രദ്ധിക്കണം. APL BPL കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളല്ല. അവിടെ ഒരു APL BPL പരിഗണനയുടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. നിങ്ങളൊക്കെ നാട്ടിലെ PHCയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ OP ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു 2 രൂപയോ 5 രൂപയോ ഒക്കെ OP ടിക്കറ്റിന് അവിടെ ക്യാഷ് വാങ്ങാറുണ്ട്. അപ്പോൾ 18 വയസ്സിന് താഴെയാണ് നിങ്ങൾ പ്രായം പറയുന്നതെങ്കിൽ പറയും ഇതിന് ക്യാഷ് വേണ്ടെന്ന് പറയാറുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും PHCയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് വാങ്ങൂല? ഫീസ് വാങ്ങൂല. ഫീസല്ല, ഒരു 2 രൂപ 5 രൂപയൊക്കെയാണ് അവർ വാങ്ങുക ഈ OP ടിക്കറ്റിന്. ആ കാശ് പോലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ വാങ്ങാറില്ല. ഈ പദ്ധതിയിലൂടെ മരുന്നുകൾ, പരിശോധനകൾ, ചികിത്സകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായിട്ട് ലഭിക്കും. ആശുപത്രി ലഭ്യമല്ലാത്തവ ആശുപത്രിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും തികച്ചും സൗജന്യമായി ലഭിക്കും. എന്താണ് പറഞ്ഞത്? എല്ലാ സർക്കാർ ആശുപത്രികളിലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ ലഭിക്കും. ഇനി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമല്ലെങ്കിൽ ഇതുമായിട്ട് എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് ചികിത്സ നേടാവുന്നതാണ്. അതും സർക്കാർ, അതിൻ്റെ ചെലവും സർക്കാർ തന്നെ വഹിക്കും. ഈ ഒരു വിവരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അതൊരു ആധികാരിക വിവരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അതവിടെ ഉൾപ്പെടുത്തിയത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരമാണിത്. അടുത്തതായിട്ട് പറയുന്നത് ഹൃദ്യം പദ്ധതിയാണ്. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി.
ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന RBSK പദ്ധതി പ്രകാരം കുട്ടികളിലെ ഹൃദ്രോഗത്തിന് പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്നുള്ളത് കുട്ടികൾക്കാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ ഹൃദ്യം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. എന്താ പറയുക, RBSK പദ്ധതി പ്രകാരം കുട്ടികളുടെ ഹൃദ്രോഗത്തിന് പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇത് RBSKയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. RBSK പദ്ധതി പ്രകാരം കുട്ടികളുടെ ഹൃദ്രോഗത്തിന് പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. സോഫ്റ്റ്വെയർ വഴി ഹൃദ്രോഗമുള്ള കുട്ടികളെ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുകയും പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയും ചെയ്യുന്നു. ഈ സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്ന പേരാണ് ഹൃദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദ്യം എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര് വരുന്നത്. എന്താണ്? ഹൃദ്രോഗമുള്ള കുട്ടികളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അവരുടെ ചികിത്സയുടെ ഘട്ടങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ഹൃദ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു പദ്ധതിയാണ് ശലഭം പദ്ധതി അല്ലെ. എന്താണ് ഈ ശലഭം പദ്ധതി? കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ആണ് ശലഭം പദ്ധതി എന്ന് പറയുന്നത്. കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം. 99% പ്രസവങ്ങളും ആശുപത്രിയിൽ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയിലൂടെ അവരുടെ അസുഖങ്ങൾ കാലക്കൂട്ടി കണ്ടെത്തുന്നതിനും കൃത്യമായി ഇടപെടൽ നടത്തി ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ഫോളോ അപ്പ് നടപടികൾ ഏകീകരിച്ച് കുഞ്ഞുങ്ങളെ ആരോഗ്യപൂർണ്ണമായ അതിജീവനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനുമായി ആവിഷ്കരിക്കുന്ന പദ്ധതിയാണിത്. അതായത് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാടുകളിലെ വീടുകളിൽ നിന്നുള്ള പ്രസവമൊക്കെ കുറവാണ്. കൂടുതലും ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെയാണ് പ്രസവം നടക്കുന്നത്. അപ്പം പ്രസവിച്ച കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്നുള്ള പ്രസവമായതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്നും കാണാറില്ലായിരുന്നു. കുട്ടികൾ വലുതാവുകയാണ് അസുഖങ്ങളൊക്കെ അറിയാം. ഇപ്പം അങ്ങനല്ല. ഇപ്പം സൗകര്യങ്ങൾ മാറിയൊക്കെ എല്ലാവരും ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രസവിക്കുകയാണ്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ട ടെസ്റ്റുകളൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ നിങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. കുട്ടി ജനിച്ച ഉടനെ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ അവർ നടത്തും. ഇന്ന രോഗങ്ങളൊക്കെ ഉണ്ടോ, തൈറോയിഡ് അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് കുട്ടിയെ നമുക്ക് വിട്ടുതരിക. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ നടത്തി എന്തെങ്കിലും കുട്ടികൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ തുടക്ക സ്റ്റേജിൽ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി എന്ന് പറയുന്നത്. കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം എന്നുള്ള ആ വാക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും പറയാം. താഴെ പറയുന്നതിൽ കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ശലഭം ഒരു ഭാഗത്തുണ്ടാവും, മറ്റേ ഭാഗത്ത് കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് അത്തരം ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ് ഉണ്ടാവുക. 10th ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ മയപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഏതായിരുന്നാലും പറയാൻ പറ്റില്ല, PSCയുടെ കാര്യമാണ്. ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അപ്പോൾ ശലഭം പദ്ധതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും.